ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസംഗത്തിനിടെ UN പൊതുസഭയിൽ നാടകീയ രംഗങ്ങൾ. നെതന്യാഹു തന്റെ പ്രസംഗം തുടങ്ങുന്നതിന് മുൻപ് കൂകി വിളിച്ചും പ്രസംഗം ബഹിഷ്കരിച്ചും പ്രതിനിധികൾ പ്രതിഷേധിച്ചു. പലസ്തീൻ രാജ്യം യാഥാർത്ഥ്യമാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച നെതന്യാഹു ഹമാസിന് രൂക്ഷമായ ഭാഷയിൽ മുന്നറിയിപ്പും നൽകി. വംശഹത്യ നടത്തുകയാണെങ്കിൽ പിന്നെ ഗസയിലെ ജനങ്ങളോട് കുടിയൊഴിയാൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു ചോദിക്കുന്നത്. ഗസയിലെ ജനങ്ങളെ പട്ടിണിക്കിടുന്നു എന്ന വാർത്തകളെയും നെതന്യാഹു തള്ളി. ഒരു ദിവസം ഒരാൾക്ക് 3000 കലോറി ഭക്ഷണം നൽകുന്നുണ്ട്. Would a country committing genocide plead with the civilian population it is supposedly targeting to get out of harm's way? Would we tell them get out if we want to commit genocide? We're trying to get them out, and Hamas is trying to keep them in. And this charge is so baseless. ഹമാസ് ബന്ദികളാക്കി വെച്ച ഇസ്രായേലികളോടായി നെതന്യാഹു ഹീബ്രുവിൽ സംസാരിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്നത്തെ പ്രസംഗം ഗസയിൽ സൈന്യം വലിയ സ്പീക്കറുകൾ വെച്ച് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. ധീരരായ പോരാളികളെ, ഇത് പ്രധാനമന്ത്രി നെതന്യാഹു ആണ്. ഞങ്ങൾ നിങ്ങളെ മറന്നിട്ടില്ല. നിങ്ങളെ തിരിച്ചെത്തിക്കാതെ ഞങ്ങൾ വിശ്രമിക്കില്ല. ഇതായിരുന്നു നെതന്യാഹുവിന്റെ സന്ദേശം. ഇസ്രായേൽ എന്തിനാണ് ഗസയിൽ ആക്രമണം നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ച QR കോഡ് സ്യൂട്ടിൽ ധരിച്ചാണ് നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിലെത്തിയത്. അമേരിക്കയെയും യൂറോപ്യൻ രാജ്യങ്ങളെയും ആക്രമിച്ചവരാണ് ഇറാൻ അച്ചുതണ്ടെന്ന് കാണിക്കാൻ പ്രസംഗത്തിനിടയിൽ നെതന്യാഹു പ്രശ്നോത്തരിയും നടത്തി. പലസ്തീൻ അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ചെയ്തത് വലിയ തെറ്റാണെന്നും പലസ്തീൻ രാജ്യം ഉണ്ടാക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്നും പറഞ്ഞ നെതന്യാഹു ആയുധം താഴെ വച്ചില്ലെങ്കിൽ ഹമാസിനെ വേട്ടയാടി ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി. ഇന്റർനാഷണൽ ഡെസ്ക് 24. പൊതുസഭയിൽ മാത്രമല്ല, ന്യൂയോർക്ക് സിറ്റിയിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തിന് പുറത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രതിഷേധമുയർന്നു. നെതന്യാഹു ഗോ ബാക്ക് വിളിച്ച് നൂറുകണക്കിന് പലസ്തീൻ അനുകൂലികൾ അവിടെ തടിച്ചുകൂടി. ആ ദൃശ്യങ്ങളിലേക്ക്. UN ആസ്ഥാനത്ത് വിശദാംശങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു കൊട്ടാരക്കര, അകത്തും പുറത്തും അങ്ങേറ്റം നാടകീയ രംഗങ്ങൾ കൊണ്ട് മുഖരിതമായിരുന്നു ഈ UN പൊതുസഭയുടെ ഇന്നത്തെ യോഗവും അതിന്റെ ചുറ്റുപാടുകളും, അല്ലേ? വിജയകുമാർ, തീർച്ചയായിട്ടും ബെഞ്ചമിൻ നെതന്യാഹു പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കൂട്ടി വിളിച്ചുകൊണ്ടുള്ള ഒരു വരവേൽപ്പാണ് പൊതുസഭയിൽ അദ്ദേഹത്തിന് ലഭിച്ചത്. അത് മാത്രമല്ല, ഒഴിഞ്ഞ കസേരകളെ നോക്കി പ്രസംഗിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഉണ്ടായിരുന്ന പല നേതാക്കളും പ്രതിഷേധ സൂചകമായിട്ട് അദ്ദേഹം എത്തിയതിനു ശേഷം പോവുകയും ചെയ്തു. എന്നിരുന്നാലും ബെഞ്ചമിൻ നെതന്യാഹു തന്റെ പതിവ് ശൈലിയിൽ തന്നെ ഹമാസിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഗസയിൽ തന്റെ പ്രസംഗം സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്ന് അവകാശപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനോട് ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് നേരിട്ട് ആവശ്യപ്പെട്ടു, ആയുധം വെച്ച് കീഴടങ്ങുക, ബന്ദികളെ മോചിപ്പിക്കുക. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് മാത്രമേ ഉള്ളൂ ലോക നേതാക്കളിൽ ഒരേ ഒരാൾ ഈ ഹമാസിന്റെ കൊടുംക്രൂരതകളെ പറ്റി മനസ്സിലാക്കുന്നത്. കാരണം അമേരിക്കയും ഇസ്രയേലും നേരിടുന്ന ഒരു പൊതു പ്രശ്നമാണ് ഇത്തരത്തിലുള്ള തീവ്രവാദം എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അതുപോലെ പാലസ്തീൻ രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട വെസ്റ്റേൺ കൺട്രീസിനെയും നിശിതമായി വിമർശിച്ചു. പാലസ്തീൻ അതോറിറ്റിയെ നിശിതമായി വിമർശിച്ചു. പാലസ്തീൻ അതോറിറ്റിയെ പറ്റി പറയുന്നത് അവർ കറപ്റ്റഡ് സിസ്റ്റമാണ്, അതായത് ജൂതന്മാരെ കൊല്ലുവാൻ വേണ്ടി ഹമാസിന് പണം നൽകുന്നവരാണ്. ഓരോ ജൂതനും ഇത്ര രൂപ വെച്ചാണ് അവർ പണം നൽകുന്നതെന്ന് പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധമാണ് ഐക്യരാഷ്ട്രസഭയുടെ പുറത്ത്. ഇന്നലെ രാത്രി മുതൽ അദ്ദേഹത്തിന്റെ ഹോട്ടലിന് മുമ്പിൽ തടിച്ചുകൂടി 10,000-കണക്കിന് ആൾക്കാരാണ് ഈ പ്രതിഷേധവുമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്ക് വിട്ടു പോകണം, പാലസ്തീൻ സ്റ്റേറ്റ് വേണമെന്നുള്ള ആവശ്യവുമായി തടിച്ചുകൂടിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, UN ആസ്ഥാനത്തിന് പുറത്ത് അവിടെയും വലിയ നാടകീയ രംഗങ്ങളായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടത്. വിശദാംശങ്ങളാണ് മധു കൊട്ടാരക്കര ന്യൂയോർക്കിൽ നിന്ന് പങ്കുവച്ചത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. ഇന്ത്യ പാക് വെടിനിർത്തലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർണായക പങ്ക് വഹിച്ചെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് ഷഹബാസ് ഷെരീഫ് ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നേനെ. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന് നിർണായക സ്ഥാനമുണ്ടെന്നും ട്രംപിനെ സമാധാന നൊബേലിന് ശുപാർശ ചെയ്യുന്നുവെന്നും ഷഹബാസ് ഷെരീഫ് പറഞ്ഞു.
Though in a position of strength, Pakistan agreed to a ceasefire facilitated by President Donald Trump's bold and visionary leadership. We express our deep appreciation to him and his team for their active role in bringing about the ceasefire. President Trump's efforts for peace helped avert a more threatening war in South Asia. ലഡാക്കിലെ സംഘർഷത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ സോനം വാങ്ചുക് അറസ്റ്റിൽ. പ്രകോപന പ്രസംഗം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി ലഡാക്ക് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സോനം വാങ്ചുക്കിന്റെ NGOയ്ക്ക് ലഡാക്ക് ലഫ്റ്റനന്റ് ഗവർണർ നോട്ടീസ് നൽകി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ലേയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. ലഡാക്കിന് സംസ്ഥാന പദവി ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രക്ഷോഭത്തിന് പിന്നാലെയാണ് സോനം വാങ്ചുക്കിന്റെ അറസ്റ്റ്. ലഡാക്ക് DGPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രകോപനപരമായ പ്രസംഗം നടത്തിയെന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് അറസ്റ്റ്. പ്രതിഷേധത്തെ നേപ്പാളിലെ ജൻസി കലാപത്തോടും ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തോടും ഉപമിച്ച സോനം വാങ്ചുക്കിന്റെ പ്രസ്താവനകളാണ് കലാപം അക്രമാസക്തമാക്കിയതിന് കാരണമെന്ന് കേന്ദ്ര സർക്കാർ ആരോപിച്ചിരുന്നു. പിന്നാലെ സോനം വാങ്ചുക്കിന്റെ സന്നദ്ധ സംഘടനയ്ക്കുള്ള ലൈസൻസ് റദ്ദാക്കിയിരുന്നു. സോനം വാങ്ചുക്കിന്റെ NGOയ്ക്കെതിരെയും കേന്ദ്ര ഏജൻസികൾ പിടിമുറുക്കുകയാണ്. CBI അന്വേഷണത്തിന് പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ആരംഭിച്ചേക്കുമെന്നാണ് സൂചന. വിദേശത്ത് നിന്നും അക്കൗണ്ടിലൂടെ പണം സ്വീകരിച്ചത് ഫെമ ആക്ട് പ്രകാരമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും ED പരിശോധിക്കുന്നത്. ബുധനാഴ്ചയുണ്ടായ സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെട്ടിരുന്നു. 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാറിലെ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ട് NDA സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി 10,000 രൂപ നൽകുന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. NDA പദ്ധതികൾക്ക് ബദൽ വാഗ്ദാനങ്ങൾ നൽകി RJDയും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കുകയാണ്. 75 ലക്ഷം സ്ത്രീകൾക്ക് 10,000 രൂപ വീതം നൽകുന്ന മുഖ്യമന്ത്രി മഹിളാ റോസ്ഗാർ പദ്ധതിക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കുന്ന പദ്ധതി വീഡിയോ കോൺഫറൻസിലൂടെ മോദി ഉദ്ഘാടനം ചെയ്തു. RJD ഭരണകാലത്തെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഇരകളായിരുന്നു സ്ത്രീകളെന്നും മോദി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. जब बिहार में RJD की सरकार थी, लालटेन का राज था, उस दौरान अराजकता और भ्रष्टाचार की सबसे ज्यादा मार मेरे बिहार की माताओं बहनों को, यहाँ की महिलाओं को ने ही झेली है. സ്ത്രീകളെ സ്വയം തൊഴിലിനായി പ്രാപ്തരാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആദ്യഘട്ടം 10,000 രൂപയും സംരംഭത്തിന്റെ വിജയമനുസരിച്ച് 2 ലക്ഷം രൂപ വരെയും ലഭിക്കും. പദ്ധതി വോട്ട് ലക്ഷ്യം വെച്ചുള്ളതെന്ന് ബീഹാർ സന്ദർശിച്ച പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. लेकिन ये नहीं कह रहे कि हर महीने मिलेंगे, ये नहीं कह रहे कि आपका मानदेय 10,000 रुपए हो जाएगा, कि उसको बढ़ाकर हम आपको 10,000 रुपए देंगे. ये सिर्फ ये कह रहे हैं कि अब बड़ी संख्या में हम महिलाओं को 10,000 रुपए दे देंगे. क्यों? ताकि आप अपना वोट उनको दें. BJPയെ നേരിടാൻ സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ നൽകുന്ന മായി ബഹിൻ മാൻ യോജന പദ്ധതി RJD നേതാവ് തേജസ്വി യാദവും പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് വിജയിച്ചാൽ അർഹരായ സ്ത്രീകൾക്ക് 1,500 രൂപ പ്രതിമാസ പെൻഷൻ നൽകുമെന്നും വാഗ്ദാനമുണ്ട്. 24 ഡൽഹി. യുദ്ധമുഖത്തെ നിർണായക ശക്തിയായ MiG-21 യുദ്ധവിമാനങ്ങൾക്ക് വിട നൽകി രാജ്യം. ചണ്ഡീഗഡ് വ്യോമത്താവളത്തിൽ നടന്ന ഡീകമ്മീഷനിംഗ് ചടങ്ങിൽ വിമാനങ്ങൾക്ക് വാട്ടർ സല്യൂട്ട് നൽകി. വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് യുദ്ധവിമാനം അവസാനമായി പറത്തി. കാലം തെളിയിച്ച പടക്കുതിരയുടെ അവസാന പറക്കൽ. വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സേവനം പൂർത്തിയാക്കിയ ശേഷമാണ് MiG-21 വിരമിക്കുന്നത്. ചണ്ഡീഗഡ് എയർബേസിന്റെ ഭാഗമായിരുന്ന നമ്പർ 23, നമ്പർ 3 സ്ക്വാഡ്രനിലെ പാന്തേഴ്സ്, കോബ്ര പോർവിമാനങ്ങൾ വിടപറയിൽ ചടങ്ങിൽ അണിനിരന്നു. വ്യോമസേനാ മേധാവിയും ചടങ്ങിൽ MiG-21 വിമാനം പറത്തി. 1 മണിക്കൂർ നീണ്ട അഭ്യാസ പ്രകടനത്തിന് ശേഷം ലാൻഡ് ചെയ്ത പോർവിമാനത്തിന് അവസാന വാട്ടർ സല്യൂട്ട്. MiG-21 ഫോം 700 ലോഗ് ബുക്ക് വ്യോമസേനാ മേധാവി പ്രതിരോധ മന്ത്രിക്ക് കൈമാറിയതോടെ ഔദ്യോഗിക ഡീകമ്മീഷനിംഗ് പൂർത്തിയായി.
MiG-21 വിരമിച്ചതോടെ തേജസ്, റഫേൽ, വരാനിരിക്കുന്ന AMCയെ പോലുള്ള പുതുതലമുറ ആധുനിക പോർ വിമാനങ്ങളാണ് രാജ്യത്തിന്റെ ആകാശരക്ഷ ഇനി ഉറപ്പാക്കുക. വിവാദങ്ങളും വിജയങ്ങളും നിറഞ്ഞ 62 വർഷത്തെ സേവനത്തിന് വിരാമമിട്ട MiG-21 ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായം. 24 ഡൽഹി. ഓപ്പറേഷൻ നങ്കോറിന്റെ ഭാഗമായി തന്റെ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്കെതിരെ നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതിയിൽ. പിടിച്ചെടുത്ത ഡിഫൻഡർ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ കോടതി കസ്റ്റംസിനോട് വിശദീകരണം തേടി. എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂയിസറിന്റെ ഉടമ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. 2024 ഏജൻസി മുഖേനയാണ് ഡിഫൻഡർ സ്വന്തമാക്കിയത്. പണമിടപാട് സംബന്ധിച്ച എല്ലാ രേഖകളുമുണ്ട്. കൃത്യമായ രേഖകൾ പ്രകാരമാണ് രജിസ്ട്രേഷൻ. വാഹനം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ നാണക്കേടുണ്ടായി. കൃത്യമായ രേഖകളുണ്ടെന്നറിയിച്ചിട്ടും പരിശോധിക്കാൻ കസ്റ്റംസ് തയ്യാറായില്ലെന്നാണ് ദുൽഖറിന്റെ ആരോപണം. തനിക്ക് സ്വർണ്ണക്കടത്ത്, ലഹരിമരുന്ന്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയുണ്ടെന്ന തരത്തിൽ പ്രചാരണങ്ങളുണ്ടായെന്നും ദുൽഖർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു. കസ്റ്റംസിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. അതേസമയം നടൻ അമിത് ചക്കാലയ്ക്കൽ നടത്തിയ യാത്രകൾ അന്വേഷണ സംഘം പരിശോധിക്കും. അന്വേഷണത്തെ ഭയക്കുന്നില്ലെന്ന് നടൻ. ഞാൻ 100% സഹകരിക്കാതെ ഞാൻ ഈ ലോകത്ത്, ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും ഞാൻ? കാര്യം അത് ഈ വാഹനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ എന്ത് സാധനം വരുന്നതിനും അൾട്ടിമേറ്റ് ജഡ്ജിങ് ബോഡി അവരാണ്. അപ്പോൾ എനിക്കറിയാത്ത കുറേ തെറ്റുകളുണ്ടായിരുന്നു. എനിക്കറിയാത്ത ഞാൻ ധരിച്ചിരുന്ന കുറേ മണ്ടത്തരങ്ങളുണ്ടായിരുന്നു. അത് അവരുടെ അടുത്ത് ചെന്ന് ഒരു പ്രാവശ്യം പെട്ട് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് പറയുമ്പോൾ നമ്മളും ചിന്തിക്കുന്നത് ശരിയാണല്ലോ എന്ന്. സോ ദേ ഗൈഡഡ് മീ. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതേസമയം ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തിൽ കസ്റ്റംസ് അന്വേഷണം വ്യാപിപ്പിച്ചു. എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂസറിന്റെ ഉടമ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്തു. താൻ കബളിപ്പിക്കപ്പെട്ടതാണെന്ന് മാഹിൻ അൻസാരി. ഒരുപാട് പേര് അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാ വണ്ടികളും അങ്ങനെ പുറത്തുനിന്നുള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. കുറെ പേര് നമ്മളെപ്പോലെ തന്നെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. കുറെ പൈസ നമ്മുടെ പൈസയും കൊടുത്തിട്ടുണ്ട്. അത് ലീഗലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ രേഖകളെല്ലാം സാറുമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പരിശോധന ശക്തമാക്കിയതോടെ വാഹനങ്ങളുടെ നിറവും നമ്പർ പ്ലേറ്റും ഉടമകൾ മാറ്റിയതായി സംശയമുണ്ട്. കാറുകൾ സംസ്ഥാനം വിടുന്നത് തടയാൻ ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന തുടരും. 24 കൊച്ചി. ഡൽഹിയിൽ മൊബൈൽ മോഷണം ആരോപിച്ച് മലയാളി വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെയും ആൾക്കൂട്ടത്തിന്റെയും ക്രൂരമർദ്ദനം. ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ വിദ്യാർത്ഥികൾ സഹായം തേടി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ഹിന്ദി സംസാരിക്കാൻ ആവശ്യപ്പെട്ട് വിവസ്ത്രരാക്കി മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥികളായ സുദിനും അശ്വന്തും പറഞ്ഞു. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് രാജ്യസഭാംഗം വി ശിവദാസൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തയച്ചു. 24 ബ്രേക്കിംഗ്. ഞങ്ങൾ കുറേ നേരം അവിടുന്ന് മർദ്ദിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഒരു ഓഫീസറെ കണ്ടു. അദ്ദേഹത്തോട് ഞാൻ ഹെൽപ്പ് ചോദിച്ചു. രവിരംഗ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, കോൺസ്റ്റബിളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ഹെൽപ്പ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദി മാത്രമേ അറിയൂ. ഞാനാണെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അപ്പോഴത്തേക്ക് ഈ 6 കള്ളന്മാർ വന്നിട്ട് അയാളോട് ഹിന്ദിയിൽ പറഞ്ഞു, ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾ ചോർ ബസാറിൽ ഈ ഫോൺ എടുത്തിട്ട് പൈസ കൊടുക്കാതെ പോയതാണ്, ഒരു ഫേക്ക് സ്ക്രീൻഷോട്ടും കാണിച്ചു. അപ്പോഴത്തേക്ക് ഈ ഓഫീസർ നേരെ തിരിഞ്ഞ് എൻ്റെ മുഖത്ത് 4 അടി അടിച്ച് എൻ്റെ ഫ്രണ്ടിനെ അടിച്ച് ഞങ്ങളവിടെ ഇരുത്തി. ഞങ്ങൾ എല്ലാവരും മുന്നിൽ ഒരു കള്ളന്മാരെ പോലെ അവിടെ ഇരുത്തിയിട്ട് എൻ്റെ ഫ്രണ്ടിനെ ഫോൺ വാങ്ങി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ കള്ളനെ എടുത്ത് കൊടുത്തിട്ട് അവനോട് പോയിക്കോ എന്ന് പറഞ്ഞു. ചെങ്കോട്ടയ്ക്ക് സമീപം നടക്കാനിറങ്ങിയപ്പോഴാണ് സക്കീർ ഹുസൈൻ കോളേജിലെ വിദ്യാർത്ഥികളായ സുധിനും അശ്വന്തിനും മർദ്ദനമേറ്റത്. ഒരു സംഘം ആളുകൾ സമീപിച്ച് വാച്ചോ എയർപോഡോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നാലെയാണ് മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്നാരോപിച്ച് മർദ്ദനം. സമീപത്തുണ്ടായിരുന്ന പോലീസുകാരനോട് വിവരം പറഞ്ഞുവെങ്കിലും അയാളും മർദ്ദിച്ചു. പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ വിവസ്ത്രരാക്കി മണിക്കൂറോളം പോലീസുകാർ തല്ലി. ഞങ്ങളൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ ASI സത്യപ്രകാശ് എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. അയാൾ എന്നെ വളരെ ബ്രൂട്ടലായിട്ട്, ഞങ്ങളെ 2.5 മണിക്കൂർ ആ സ്റ്റേഷനിൽ വെച്ച് ബ്രൂട്ടലായിട്ട് മർദ്ദിച്ചു. എൻ്റെ മുഖത്ത് 17 തവണയാണ് എൻ്റെ മുഖത്തടിച്ചത്. ഫൈബർ സ്റ്റിക്ക് കൊണ്ട് ക്രൂരമായിട്ട് ഞങ്ങളെ മർദ്ദിച്ചു. മലയാളം സംസാരിച്ചതിൻ്റെ പേരിൽ മർദ്ദിച്ചു. ഹിന്ദി സംസാരിക്കാത്തതിൻ്റെ പേരിൽ മർദ്ദിച്ചു. നടപടി ആവശ്യപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് രാജ്യസഭാംഗം വി ശിവദാസനും ഡൽഹി കമ്മീഷണർക്ക് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയും കത്തയച്ചു. ഡൽഹി DCPക്ക് വിദ്യാർത്ഥികൾ പരാതി നൽകി. മനുഷ്യാവകാശ കമ്മീഷനും ഉടൻ പരാതി നൽകും. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് M സജി പറഞ്ഞു. വിനീത VG 24 ഡൽഹി. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കാലവർഷം സജീവമായി. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ നാശം വിതച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ ഫലമായി സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ വ്യാപകമായി മഴ പെയ്യും. വടക്കൻ കേരളത്തിലേക്കും അടുത്ത ദിവസം മഴ വ്യാപിക്കും. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. മലയോര മേഖലകളിൽ മഴയും കാറ്റും ശക്തമായേക്കും.
ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരം വെള്ളക്കെട്ടിലായി. തമ്പാനൂർ കിഴക്കേക്കോട്ട പഴവങ്ങാടി മേഖല വെള്ളക്കെട്ടിൽ മുങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ഈ ഓടയൊക്കെ ശരിയാക്കാത്തത്? ഇതൊന്നും ശരിയാക്കൂല. എത്ര വർഷം കൊണ്ട് ഇങ്ങനെ കിടക്കണം, എത്ര കൊല്ലം കൊണ്ട് ആരും ഒന്നും ചെയ്യില്ല. എല്ലാം നോന്ന് കിടക്കണം. ആപ്പാടെ എല്ലാം കൊണ്ട് ദുരിതങ്ങളാണ്. രാവിലെ എല്ലാം വഴി തെറ്റിപ്പോവാണ് സത്യം. വാമനപുരം നദിയിൽ നീരൊഴുക്ക് വർദ്ധിച്ചു. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി. പ്രതികൂല കാലാവസ്ഥ കാരണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൊന്മുടി, മങ്കയം, കല്ലാർ, മീൻമുട്ടി എന്നിവിടങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലും വെള്ളം കയറി കനത്ത നാശനഷ്ടമുണ്ടായി. മന്ത്രിമാരായ വി ശിവൻകുട്ടിയുടെയും PA മുഹമ്മദ് റിയാസിന്റെയും നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് ജില്ലയിലെ മഴക്കെടുതി വിലയിരുത്തി. ഇപ്പോൾ യെല്ലോ അലർട്ട് മാറി ഇപ്പോൾ ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ടുണ്ട്. റോഡിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇന്ന് വൈകുന്നേരത്തിനകം അത് മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി PWD മന്ത്രി നിർദ്ദേശം നൽകി. അടിയന്തരമായി ഇടപെടുന്നതിന് വേണ്ടി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇടപെടുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇടുക്കിയിൽ കനത്ത മഴയിൽ കൃഷിനാശമുണ്ടായി. എഴുകും വയൽ കുറ്റിയാനി സണ്ണിയുടെ ഒരേക്കറോളം സ്ഥലമാണ് ഒലിച്ചുപോയത്. ശക്തമായ മഴയിൽ ആലപ്പുഴയിൽ ദേശീയപാതയിൽ യാത്രാ ദുരിതം രൂക്ഷമാണ്. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ടിൽ ഉദ്യോഗസ്ഥരെ രൂക്ഷമായി വിമർശിച്ച് ജനപ്രതിനിധികളും നാട്ടുകാരും. വേളി പൊഴി സമയബന്ധിതമായി മുറിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണം എന്നാണ് ആരോപണം. പൊഴി മുറിക്കുന്നതിൽ ജലസേചന വകുപ്പിന് ഗുരുതര വീഴ്ചയെന്ന് കടകംപള്ളി സുരേന്ദ്രൻ MLA 24 പറഞ്ഞു. കരാറുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. നഗര റോഡുകളിൽ നിന്ന് വെള്ളമിറങ്ങിപ്പോയെങ്കിലും ജനവാസ മേഖലകൾ ഉൾപ്പെടുന്ന താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കരിക്കകം, ചാക്ക, കരിമഠം കോളനി, യമുന നഗർ തുടങ്ങി 14 ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ആമയിഴഞ്ചാൻ തോടും പാർവതി പുത്തനാറും കരകവിഞ്ഞൊഴുകി. വീടുകളിലേക്കും കടകളിലേക്കും ജലം വന്നു നിറഞ്ഞു. വേളി പൊഴി മുറിക്കാത്തതാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കിയതെന്ന് നാട്ടുകാർ. ഒരു 10-50 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും കൂടുതൽ വെള്ളം കയറുന്നത്. ഇന്നലെ പൊഴി മുറിഞ്ഞെങ്കിൽ ഈ വിഷയങ്ങളൊന്നുമില്ല. സിറ്റിക്കകത്തുള്ള എല്ലാ വെള്ളവും ഇതിലല്ലേ വരുന്നത്. എല്ലാം പോവും, കടലിൽ പോവും. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. വീട് മുറിക്കാൻ മൊത്തം വെള്ളമാണ്. മൊത്തം എല്ലാ വെള്ളം അകത്ത് കയറിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ വാഹനം പോവുകയാണെങ്കിൽ സാധനങ്ങളൊക്കെ നനയാനുള്ള ഏർപ്പാടായി. അത്ര ഇതായിട്ട് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ തന്നെ വേളിപ്പൊഴി മുറിക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് ജനപ്രതിനിധികൾ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ വെള്ളക്കെട്ട് രൂക്ഷമായ ഇന്ന് രാവിലെയാണ് വേളിപ്പൊഴി മുറിക്കാൻ ആരംഭിച്ചത്. പൊഴി മുറിക്കുന്നതിൽ ജലസേചന വകുപ്പിന് ഗുരുതരമായ അനാസ്ഥയുണ്ടായതായി MLA കടകംപള്ളി സുരേന്ദ്രൻ 24 പറഞ്ഞു. ഇറിഗേഷന്റെ ഉത്തരവാദിത്വമുള്ള ആളുകളുടെ അനാസ്ഥയുണ്ടെന്നുള്ളത് വാസ്തവം. അത്തരം അനാസ്ഥയൊന്നും നമുക്ക് വെച്ചുറപ്പിക്കാൻ പറ്റുകയില്ല. അത് തന്നെയാണ് കാര്യം. വേളിപ്പൊഴി മുറിക്കലിൽ കാലതാമസമുണ്ടായതായി കളക്ടർ അനുകുമാരി വ്യക്തമാക്കി. കരാറുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് കളക്ടറും മന്ത്രി വി ശിവൻകുട്ടിയും. ആ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇന്ന് വൈകുന്നേരത്തിനകം അത് മാറ്റുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടി PWD മന്ത്രി നിർദ്ദേശം നൽകി. അതേ ചെറിയ ഡിലേ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഷോ കോസ് നോട്ടീസ് കൊടുക്കാൻ പോകുകയാണ് ബന്ധപ്പെട്ട കോൺട്രാക്ടറിനെ. ഒടുവിൽ വേളിപ്പൊഴി മുറിച്ചതോടെ നഗരത്തെ മുഖ്യ വെള്ളം അറബിക്കടലിലേക്ക് ഒഴുകി തുടങ്ങി. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. ഇടത് സർക്കാരിനോടുള്ള NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുടെ മൃദു സമീപനത്തിൽ ചർച്ചകൾ തുടരുന്നു. 3-ാം ഊഴത്തിന് NSS പിന്തുണ ഗുണകരം എന്നാണ് CPM വിലയിരുത്തൽ. വിവിധ കരയോഗങ്ങളിൽ പ്രതിഷേധമുയർന്നപ്പോൾ തന്റെ നിലപാട് എല്ലാവരും അംഗീകരിച്ചെന്നും പണം കൊടുത്താൽ ആർക്കും ഫ്ലെക്സ് വയ്ക്കാമെന്നുമാണ് 24 G സുകുമാരൻ നായരുടെ പ്രതികരണം. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കാപട്യം തുറന്നുകാട്ടാൻ നാളെ കോട്ടയത്ത് UDF വിശദീകരണ യോഗം ചേരും. ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച NSS നിലപാടിൽ പ്രതിഷേധമുയരുന്നു. പത്തനംതിട്ടയിൽ ഇന്നലെ ഫ്ലെക്സ് വന്നതിന് പിന്നാലെ ഇന്നും G സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെട്ടു. പത്തനംതിട്ട പ്രമാടത്തും തിരുവനന്തപുരം നെരുവാമൂട് NSS കരയോഗം കാര്യാലയത്തിന് മുന്നിലുമാണ് ഫ്ലെക്സ് സ്ഥാപിച്ചത്. നേതൃത്വത്തിനെതിരെ എറണാകുളം കണയന്നൂർ കരയോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. ചങ്ങനാശ്ശേരി പുഴവാത കരയോഗത്തിലെ 4 പേർ രാജിവെച്ചു. പ്രതിഷേധങ്ങൾ തള്ളി സുകുമാരൻ നായർ. ഫ്ലെക്സ് ആർക്ക് വേണേലും രൂപ കൊടുത്താൽ കിട്ടുമല്ലോ. പേര് വെക്കാതെ ഏത് ഫ്ലെക്സ് വേണേലും വെക്കരുത്. അവിടെ ഒരു പ്രതിഷേധമില്ല, ഒരനക്കവും ഇല്ല. ഈ തീരുമാനം നന്നായി എന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. NSSുമായി തർക്കങ്ങളില്ലെന്ന് UDF നേതാക്കൾ ഇന്നും ആവർത്തിച്ചു. ആഗോള അയ്യപ്പ സംഗമ വിഷയത്തിൽ നാളെ കോട്ടയം തിരുനക്കരയിൽ UDF വിശദീകരണ യോഗം നടത്തും. ഞങ്ങൾക്ക് NSSുമായിട്ടോ SNDP ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല.
ഞങ്ങൾ അവരൊക്കെയായിട്ട് നല്ല ബന്ധത്തിലാണ്. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിലെ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് CPIM നേതാവ് AK ബാലൻ 24 പ്രതികരിച്ചു. വിഷയത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം ഇങ്ങനെ: നിങ്ങൾ കുറെ പത്രസമ്മേളനത്തിൽ ഇപ്പൊ എന്നോട് തന്നെ ചോദിച്ചല്ലോ, ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനത് ആദ്യമേ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനില്ല, എന്നാൽ അതെല്ലാം അടഞ്ഞ അധ്യായമാണിതെന്ന് കരുതുകയും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. മതസാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനുള്ള കൈവിട്ട കളിയാണ് സർക്കാർ നടത്തുന്നതെന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സമസ്ത മുഖപത്രം സുപ്രഭാതം രൂക്ഷമായി വിമർശിച്ചു. 24 കോട്ടയം. CPM നേതാവ് KJ ഷൈൻ നൽകിയ അധിക്ഷേപ പരാതിയിൽ പോലീസിന് കനത്ത തിരിച്ചടി. കേസിൽ പ്രതി ചേർത്ത യൂട്യൂബർ KM ഷാജഹാൻ എറണാകുളം CJM കോടതിയും ജാമ്യം അനുവദിച്ചു. അറസ്റ്റ് നടപടിയിലെ വീഴ്ചകൾ പോലീസിന് തിരിച്ചടിയായി. താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ലെന്നും നടത്തിയത് വിമർശനങ്ങൾ മാത്രമാണെന്നും KM ഷാജഹാന്റെ പ്രതികരണം. ഇന്നലെ ഉച്ചയ്ക്ക് KJ ഷൈന്റെ പരാതി എറണാകുളം സൈബർ പോലീസിന് ലഭിക്കുന്നു. പിന്നാലെ കേസെടുത്തു. ചെങ്ങമനാട് CIയുടെ നേതൃത്വത്തിലുള്ള സംഘം 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരത്തെത്തി KM ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ചെങ്ങമനാട് CIക്ക് അറസ്റ്റ് ചെയ്യാൻ എന്തധികാരമെന്ന CJM കോടതിയുടെ ആദ്യ ചോദ്യം. പരാതിക്കാരിക്കെതിരെ ലൈംഗിക ചുവയോടെ സംസാരിച്ചതിന്റെ ഒരു വാക്ക് പോലും റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ലെന്നും കോടതിയുടെ കുറ്റപ്പെടുത്തൽ. പിന്നാലെ KM ഷാജഹാന് ജാമ്യം. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ള എൻ്റെ ബോധ്യം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വിധിയാണ് നിയമവ്യവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ളത്. ഈ നിയമവ്യവസ്ഥയിൽ നിന്ന് വന്നിട്ടുള്ള ഈ വിധി യഥാർത്ഥത്തിൽ നിയമവ്യവസ്ഥയുടെ മാറ്റ് കൂട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്വേഷണത്തോട് സഹകരിക്കണം, തെളിവ് നശിപ്പിക്കരുത്, 25,000 രൂപയുടെ ബോണ്ട്, സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത്. ഇതെല്ലാമാണ് ജാമ്യവ്യവസ്ഥ. KJ ഷൈൻ നൽകിയ പരാതിയിൽ 2 കേസുകളാണ് KM ഷാജഹാനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപവാദ പ്രചരണങ്ങൾക്ക് പിന്നിലുള്ള ഗൂഢാലോചന പോലീസ് പുറത്തു കൊണ്ടുവരുമെന്നാണ് KJ ഷൈന്റെ നിലപാട്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. എയിംസ് വിഷയത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തെ അവഗണിച്ച് ആലപ്പുഴയ്ക്കായി വീണ്ടും വാദിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വിഷയത്തിൽ തനിക്ക് ഒറ്റ നിലപാടെന്ന് പ്രതികരണം. സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനത്തെ KC വേണുഗോപാൽ MP സ്വാഗതം ചെയ്തു. BJPയിലെ തർക്കം മൂലം എയിംസ് കേരളത്തിന് നഷ്ടപ്പെടുന്ന സ്ഥിതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ BJP രാഷ്ട്രീയം ഇപ്പോൾ എയിംസിൽ ചുറ്റിക്കറങ്ങുകയാണ്. BJP സംസ്ഥാന നേതൃത്വത്തെ തള്ളി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് വീണ്ടും രംഗത്തെത്തി. സുരേഷ് ഗോപി പറയുന്നത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. എയിംസ് എവിടെ വരുമെന്ന് തീരുമാനിക്കുന്നത് കേന്ദ്രമെന്ന് PK കൃഷ്ണദാസ്. എയിംസ് കേരളത്തിൽ വരണം, എവിടെ വരണം എന്നുള്ളതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാരും നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി തീരുമാനിക്കും. ആ തീരുമാനത്തെ ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കും. കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഒരു അർഹമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. ഇതിലൊന്നും BJPയുടെ സംസ്ഥാന ഘടകത്തിന്റെ അഭിപ്രായമല്ല, എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയും. സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം സ്വാഗതം ചെയ്യുന്നുവെന്ന് ആലപ്പുഴ MP KC വേണുഗോപാൽ. സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പോൾ കേന്ദ്രമന്ത്രിയുടെ പ്രഖ്യാപനം നടത്തേണ്ടത് അദ്ദേഹം മുന്നോട്ട് വന്നാൽ അതിന് എല്ലാ പിന്തുണയും ഞങ്ങളെല്ലാം കൊടുക്കും. അവിടെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലമുണ്ട്, അത് നടത്തണം. നമുക്ക് കേരളത്തിൽ എവിടെയായാലും എയിംസ് വേണം. കാസർഗോഡിന് പിന്നാലെ എയിംസ് വേണമെന്ന ആവശ്യവുമായി BJP തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയനും രംഗത്തെത്തി. നമ്മൾ 2021 മുതൽ തിരുവനന്തപുരത്ത് എയിംസ് വേണമെന്നുള്ള ശക്തമായ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്ത് ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്ത് വരണമെന്നുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. എയിംസ് ആലപ്പുഴയിൽ പ്രഖ്യാപിക്കാൻ സുരേഷ് ഗോപി ആരെന്ന ചോദ്യം ഇന്നും CPIM ജില്ലാ നേതൃത്വം ആവർത്തിച്ചു. BJP തർക്കത്തിൽ എയിംസ് നഷ്ടപ്പെടുന്ന നിലയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിന് നിശ്ചയമായും ലഭിക്കേണ്ടുന്ന എയിംസിനെ തർക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെയില്ലെങ്കിൽ എവിടെയെങ്കിലും പോയിക്കോട്ടെ എന്ന് പറയുന്ന കേരളത്തിന്റെ ഭാവിയെ തന്നെ തകർക്കാൻ കൂട്ടുനിൽക്കുന്ന നിലപാടാണ് അവരുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കണമെന്നും CPIM ആവശ്യപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. എയിംസ് കോഴിക്കോട് കിനാരൂരിൽ വേണം എന്നാവശ്യപ്പെട്ട് രാജ്യസഭാംഗം PT ഉഷ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് കത്തയച്ചു. സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയായതാണെന്നും കത്തിൽ പറയുന്നുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ എയിംസ് ആലപ്പുഴയിൽ വേണമെന്നാവശ്യപ്പെടുമ്പോഴാണ് PT ഉഷ കിനാലൂരിന് വേണ്ടി കത്തയച്ചിരിക്കുന്നത്. ദീപക് ധർമ്മടം വിശദാംശങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, എന്താണ് ഇതിൽ PT ഉഷ ആവശ്യപ്പെടുന്നത്? കിനാലൂര് ഈ എയിംസിന് പരിഗണിക്കപ്പെടുന്ന സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ നേരത്തെ തന്നെ ഉള്ളതാണ്.
അത് പി ടി ഉഷ 1-2 തവണ രാജ്യസഭയിൽ അത് ഉന്നയിക്കുകയും ചെയ്തത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഈ വിവാദം നടക്കുമ്പോൾ ആ ആവശ്യം ഒരിക്കൽ കൂടി ഉയർത്തുകയാണോ ഔദ്യോഗികമായി പി ടി ഉഷ ഈ കത്തിലൂടെ ചെയ്തിരിക്കുന്നത്? വിജയകുമാർ, അത് തന്നെയാണ്. നേരത്തെ തന്നെ പി ടി ഉഷ രാജ്യസഭയിൽ 2 തവണ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. മാത്രമല്ല കേന്ദ്ര ആരോഗ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകി കത്തുകൾ അയച്ചു. ആ ആവശ്യം തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നത്. കോഴിക്കോട് കിനാലൂർ എസ്റ്റേറ്റിലാണ് എയിംസിന് വേണ്ടി സംസ്ഥാന സർക്കാർ സ്ഥലമായി നിർണയിച്ചിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങളും സ്ഥലമെടുപ്പും പുരോഗമിക്കുകയാണ്. ആ സ്ഥലത്ത് തന്നെ കിനാലൂരിൽ നേരത്തെ തന്നെ ഉഷ സ്കൂളൊക്കെ ഉള്ളതാണ്. ഈ സ്ഥലവും ഭൂമിശാസ്ത്രവും എല്ലാം പി ടി ഉഷയ്ക്ക് കൃത്യമായി അറിയുന്നതാണ്. നേരത്തെ വ്യവസായ വകുപ്പിന്റെ സുശീല ഗോപാലൻ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ തറക്കല്ലിട്ട ഒരു വ്യവസായ പാർക്കും ഒരു വലിയ എസ്റ്റേറ്റ് പ്രദേശവും അവിടെയുണ്ട്. അപ്പൊ താരതമ്യേന സ്ഥലം ഏറ്റെടുക്കൽ കുറവുള്ളത് പ്രദേശം കൂടിയാണ്. അത്തരമൊരു സ്ഥലത്ത് എയിംസ് ആരംഭിക്കണം എന്നുള്ളത് പി ടി ഉഷയുടെ കഴിഞ്ഞ കുറെ കാലമായുള്ള ആവശ്യമാണ്. ഈ വിവാദങ്ങൾക്കിടയിൽ ആ ആവശ്യം വീണ്ടും പി ടി ഉഷ ഉറച്ചു നിൽക്കുന്നു. ഉഷ ആ കാര്യം കേന്ദ്ര നേതൃത്വത്തെ, കേന്ദ്ര ആരോഗ്യമന്ത്രിയെ, സർക്കാരിനെ അറിയിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വീണ്ടും ആ കത്ത്, പഴയ കത്ത് തന്നെ വീണ്ടും അയച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ സുരേഷ് ഗോപി ആലപ്പുഴയിലേക്ക് എയിംസ് കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് പി ടി ഉഷ തന്റെ പഴയ ആവശ്യം വീണ്ടും ആവർത്തിക്കുന്നത് എന്നുള്ളതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാർ കാണിച്ച അതേ സ്ഥലം കൂടിയാണ് കിനാലൂർ എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റിൽ എയിംസ് ആരംഭിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു BJP നോമിനേറ്റ് ചെയ്യപ്പെട്ട MP ആയ പി ടി ഉഷ എന്നുള്ളതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. വിജയകുമാർ. യെസ്, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഈ ആവശ്യങ്ങൾ കേരളത്തിൽ വലിയ ചർച്ചയാകുന്നതിനിടെയാണ് BJPയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ നാളെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ കേന്ദ്രമന്ത്രിയും കേരളത്തിലെത്തുന്നത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം BJP ദേശീയ അധ്യക്ഷൻ കൂടിയായ കേന്ദ്രമന്ത്രി പറയുമോ എന്നാണ് അറിയേണ്ടത്. നാളെ കൊല്ലത്താണ് BJPയുടെ സംസ്ഥാന കമ്മിറ്റി നേതൃയോഗം ചേരാൻ പോകുന്നത്. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് സർക്കാർ നടപടിക്ക് തിരിച്ചടി. സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. മുഖ്യമന്ത്രിയെയും അന്നത്തെ സ്പീക്കറെയും അടക്കം സ്വർണ്ണക്കടത്തു കേസിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികൾ ഗൂഢാലോചന നടത്തിയോ എന്നന്വേഷിക്കാനായിരുന്നു ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ നിയോഗിച്ചത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെയും സ്പീക്കറെയും ഉൾപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികൾ ഗൂഢാലോചന നടത്തിയെന്നായിരുന്നു സർക്കാർ ആരോപണം. ഇക്കാര്യം അന്വേഷിക്കാൻ ജസ്റ്റിസ് VK മോഹനനെ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചു. എന്നാൽ ED നൽകിയ ഹർജിയിൽ കമ്മീഷന്റെ പ്രവർത്തനം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. ദേശീയ അന്വേഷണ ഏജൻസിക്കെതിരെ കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നായിരുന്നു ED വാദം. ഉന്നത സ്വാധീനമുള്ളവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച അന്വേഷണം അട്ടിമറിക്കാനാണ് കമ്മീഷനെ നിയോഗിച്ചതെന്നും ED പറഞ്ഞിരുന്നു. ജസ്റ്റിസുമാരായ SA ധർമാധികാരി, VM ശ്യാംകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് സർക്കാർ അപ്പീൽ തള്ളിയത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. നഗരസഭാ കൗൺസിലറും പ്രാദേശിക നേതാക്കളും കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. തെറ്റായ പ്രവണതകളെക്കുറിച്ച് നേതൃത്വം അറിഞ്ഞില്ലെന്ന് പറയരുത് എന്നായിരുന്നു MV ഗോവിന്ദന്റെ കുറ്റപ്പെടുത്തൽ. ഇന്നലെ നടന്ന CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. തലസ്ഥാന ജില്ലയിലെ ജനപ്രതിനിധിയും ബ്രാഞ്ച് സെക്രട്ടറിയും കൈക്കൂലി വാങ്ങിയത് തെളിവ് സഹിതം പുറത്തുവന്നത് CPIMന് വലിയ നാണക്കേടായിരുന്നു. ഇതാണ് സംസ്ഥാന സെക്രട്ടറിയെ കടുത്ത വിമർശനത്തിന് പ്രേരിപ്പിച്ചത്. ഇത്തരം സംഭവങ്ങളൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറയരുത്. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ് പുറത്തു വന്നത്. മുൻപ് ഏരിയ സെക്രട്ടറി BJPയിൽ പോയപ്പോഴും അറിഞ്ഞില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞതെന്നായിരുന്നു MV ഗോവിന്ദന്റെ പരിഹാസം കലർന്ന വിമർശനം. മുട്ടത്തറ വാർഡിൽ ഇന്റർലോക്ക് റോഡ് നിർമ്മിക്കുന്നതിന് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ നഗരസഭാ കൗൺസിലർ B രാജേന്ദ്രനെ CPIM പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇതിന് പിന്നാലെ സ്ഥലം മണ്ണിട്ട് നിൽക്കുന്നതിന് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ ബ്രാഞ്ച് സെക്രട്ടറിക്കും പ്രാദേശിക നേതാവിനുമെതിരെ തെളിവും പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് നേരിടാനിരിക്കെ ജില്ലയിലെ പാർട്ടിയിൽ നിന്ന് അടിക്കടി തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇതാണ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ MV ഗോവിന്ദൻ പരസ്യമാക്കിയത്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. പാലക്കാട് ജില്ലയിൽ നിരവധി CPM നേതാക്കൾ വൈകാതെ കോൺഗ്രസിലെത്തുമെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ. നെല്ലായ പഞ്ചായത്തും ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയും UDF തിരിച്ചുപിടിക്കുമെന്നും A. തങ്കപ്പൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ, നേതാക്കന്മാരല്ല, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ നമ്മൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലാണ് ഇപ്പോഴത്തെ. നമ്മളൊന്ന് ധാരാളമാണ്, നമ്മൾ നിങ്ങൾ നേരാക്കിക്കൂടെ? അത്രത്തോളം ജനങ്ങൾ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടം ഇന്ന് വരെ ഉണ്ടായി. നമ്മളൊരു വീട്ടിലേക്ക് മാറി എനിക്കിത് ശരിയല്ല അങ്ങോട്ട് പോകുമ്പോൾ
ആ വീടിന്റെ ഒരു അന്തരീക്ഷം നല്ലതാണെങ്കിൽ പുള്ളി ആരും പോവില്ലല്ലോ. അത് പാലക്കാട് ജില്ലയിൽ നല്ല അനുകൂലമാണ്. മുംബൈയിൽ നടന്ന വാട്സാപ്പിന്റെ വാണിജ്യ ഉച്ചകോടിയിൽ ശ്രദ്ധേയമായി കേരളത്തിൽ നിന്നുള്ള വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ ക്യാമ്പയിനുകൾ. ഹെഡ് ഓഫ് സെയിൽ നേഹ ഷാ വിസ്മയ അമ്യൂസ്മെന്റ് പാർക്കിന്റെ കേസ് സ്റ്റഡി അവതരിപ്പിച്ചു. ക്വാഡ് ക്യൂബ്സ് ഏജൻസിയാണ് ക്യാമ്പയിൻ സമർപ്പിച്ചത്. മുൻനിര കമ്പനികൾക്കൊപ്പം വിസ്മയ പാർക്കിന്റെ കേസ് സ്റ്റഡി വന്നതിൽ അഭിമാനമുണ്ടെന്ന് ചെയർമാൻ PV ഗോപിനാഥ് പറഞ്ഞു. ഉച്ചകോടിയിൽ മെറ്റയുടെ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ബെഞ്ചമിൻ ജോ, ഇന്ത്യൻ മേധാവി അരുൺ ശ്രീനിവാസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യ VC സന്ധ്യ ദേവനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ മാതാ അമൃതാനന്ദമയിക്ക് സാധിച്ചുവെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ അമൃതാനന്ദമയി സംസാരിച്ചതിന്റെ രജത ജൂബിലി ആഘോഷവേളയിൽ സർക്കാരിന്റെ ആദരം മന്ത്രി നേരിട്ടെത്തി സമ്മാനിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത ഒരേയൊരു വ്യക്തിയേ ഉള്ളൂ. അത് മാതാ അമൃതാനന്ദമയിയാണ്. ഇതിന്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് മാതാ അമൃതാനന്ദമയിക്ക് സംസ്ഥാന സർക്കാർ ആദരം നൽകിയത്. നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ശ്രീ കേരളത്തിലെ സാംസ്കാരിക മൂല്യങ്ങളാണ് മാതൃഭാഷയായ മലയാളത്തിലൂടെ ലോകത്തിന് മുന്നിൽ മാതാ അമൃതാനന്ദമയി പരിചയപ്പെടുത്തിയതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അമ്മ ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ 25ാമത് വാർഷികമാണ് ഇന്ന് ഇവിടെ കടന്നുപോയത്. അമ്മയ്ക്ക് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു, അഭിനന്ദനം അർപ്പിക്കുന്നു. മലയാളിക്ക് വേണ്ടിയും മലയാളത്തിന് വേണ്ടിയും എല്ലാ ഭാവുകങ്ങളും അമ്മയ്ക്ക് ഞാൻ നേരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആശംസയും മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. അമൃതവർഷം 72 വേദിയിൽ ഐക്യരാഷ്ട്രസഭയിലെ ആ പ്രസംഗം പുനരവതരിപ്പിക്കപ്പെട്ടപ്പോൾ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനായി അമൃതപുരിയിലെത്തിയ ആയിരങ്ങൾ ഹർഷാരവം മുഴക്കി. മലയാള ഭാഷയ്ക്ക് രൂപവും ഭാവവും നൽകിയവരെ ബഹുമാനിക്കുന്നുവെന്നും ഈ പുരസ്കാരം മലയാള ഭാഷയ്ക്ക് തന്നെ സമർപ്പിക്കുന്നുവെന്നും മാതാ അമൃതാനന്ദമയി. ഇത് കേരള ഭാഷയ്ക്ക് സമാനം കേരള ഭാഷയ്ക്ക് തന്നെയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഈ വിശ്വത്തിൽ നമ്മുടെ ഒന്നുമില്ല, ലൈസന്റാണ്, വിശ്വത്തിൻ്റെതാണ്. ഈ ഭാഷയ്ക്ക് രൂപവും ഭാവവും ഭംഗിയും അർത്ഥവും നൽകിയവരെ ഞാൻ നമിക്കുന്നു. മലയാള ഭാഷയുടെ പ്രോത്സാഹനത്തിന് എല്ലാ മാതാപിതാക്കളും മക്കളെ പ്രചോദിപ്പിക്കണമെന്നും മാതാ അമൃതാനന്ദമയി പറഞ്ഞു. ആർ അരുൺരാജ്, 24 കൊല്ലം. നാളെ നടത്താനിരുന്ന ഓണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ചു. ഒക്ടോബർ 4-നായിരിക്കും നറുക്കെടുപ്പ് നടക്കുക. കനത്ത മഴ ടിക്കറ്റ് വിൽപ്പനയെ ബാധിച്ചതാണ് നറുക്കെടുപ്പ് മാറ്റാൻ കാരണം. GST പരിഷ്കാരവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ലോട്ടറി വകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. GSTയുടെ മുഴുവൻ ആനുകൂല്യവും ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന് മെർസിലസ് ഐസ്ക്രീം. കുറഞ്ഞ നികുതി സ്ലാബുകൾ അടങ്ങിയ വില വിവരണ പട്ടിക പുറത്തുവിട്ടാണ് പ്രഖ്യാപനം. നീക്കത്തിലൂടെ സുതാര്യതയോടുള്ള പ്രതിബദ്ധത ഉറപ്പിക്കാനായി എന്ന് മെർസിലസ് ഐസ്ക്രീം മാനേജിംഗ് ഡയറക്ടർ ജോസഫ് M കടമ്പുകാട്ടിൽ പറഞ്ഞു. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.